രാത്രി അല്പസമയം ഒരു ദൈവവചന ചിന്തയുടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിനല്ല, എങ്കിലും ഒരു ചെറിയ ചിന്ത. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം Colossians chapter 4 verses 12 and 13. Epaphras, who is one of you, a servant of Christ Jesus, greets you, always struggling on your behalf in his prayers, that you may stand mature and fully assured in all the will of God. For I bear him witness that he has worked hard for you and for those in Laodicea and in Hierapolis. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗീതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ദൈവോദിക്കക്കാർക്കും തീരപ്പുരിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങൾ അല്പസമയമായിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമായി സ്തോത്രം. വചനത്തിന്റെ വാതിൽ തുറക്കണമേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഞാൻ ഈ വാക്യം മറ്റൊരവസരത്തിൽ ഒരു പ്രാർത്ഥനയിൽ എപ്പോഴോ സംസാരിച്ചത് ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് സംസാരിച്ചത് എപ്പഫ്രാസ് എന്ന വ്യക്തിയെ കുറിച്ചാണ് സംസാരിച്ചത്. ക്യാരക്ടർ, വ്യക്തിയെക്കുറിച്ച്, പേഴ്സണെ കുറിച്ച്, ക്യാരക്ടർ, ബൈബിൾ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മറ്റൊരു ചിന്തയിലേക്കാണ് പോകാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവികത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനം. എഫെസ്യ ലേഖനമാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഞായറാഴ്ച സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ചില മെസ്സേജുകളാണ് നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ എഫെസ്യ ലേഖനത്തിന് പറഞ്ഞ ഇൻട്രഡക്ഷൻ മുഴുവനും കൊലോസ്യ ലേഖനത്തിനും ബാധകമാണ്. പൗലോസിന്റെ 2 വർഷത്തിലധികം നീണ്ട ഒരു കാരാഗ്രഹവാസം റോമയിൽ താൻ അനുഭവിച്ചു. മറ്റൊരു കാരാഗ്രഹവാസം താൻ അവസാനം അനുഭവിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഇല്ല, കാരണം അത് തന്റെ അവസാനത്തെ കാരാഗ്രഹവാസവും അതിൽ താൻ മാർച്ചറായി രക്തസാക്ഷിയായി തീരുകയുമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് അനുഭവിച്ച ഈ കാരാഗ്രഹവാസത്തെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് പൗലോസ് നമ്മൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയുന്ന എഫെസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം, ഈ ലേഖനങ്ങൾ പൗലോസ് എഴുതിയത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ലേഖനത്തിൽ പലയിടങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നു. I am a prisoner of Christ. I am a bond servant of Christ. ക്രിസ്തുവിന്റെ ഒരു ദാസനായി, ഒരു ബദ്ധദാസനായി, ക്രിസ്തുവിന്റെ ഒരു ബദ്ധനായി, ഒരു ഇംപ്രിസൺ, ജയിലിൽ അടയ്ക്കപ്പെട്ട, തടവിലാക്കപ്പെട്ട, ക്രിസ്തുവിന് വേണ്ടി തടവിലാക്കപ്പെട്ട ഒരാളായിട്ട് ഞാൻ തീർന്നിരിക്കുന്നു എന്ന് പലയിടങ്ങളിൽ ഈ ലേഖനങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട്. അവിടെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പൗലൂസിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ പൗലൂസിന്റെ അടുക്കലേക്ക് ചെന്ന് പൗലൂസിനെ സഹായിക്കാനായി തന്റെ വോളണ്ടറി സർവീസ് കൊടുത്തൊരു മനുഷ്യനാണ് എപ്പഫ്രാസ്. ആ എപ്പഫ്രാസിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന മറ്റൊരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തിഹിക്കോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരൊക്കെ പലപ്പോഴായി പൗലൂസിന്റെ കാരാഗ്രഹത്തിലേക്ക് ചെല്ലുകയും ചില കാലങ്ങൾ പൗലൂസിനോട് ഒത്ത് താമസിച്ച് പൗലൂസിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ തവണ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഞാൻ എഫെസ്യ ലേഖനത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നല്ലോ, പൗലൂസിന് കുറെ കാലം ഒരു ഓപ്പൺ ജയിലിൽ കഴിയാനുള്ള ഒരു സ്വാതന്ത്ര്യം പൗലൂസിന് കിട്ടി. അന്നത്തെ ജയിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത, വളരെയധികം ദുഷ്കരം, ഒരാൾക്ക് നിവർന്ന് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത ദൻഷ്യൻ, ഇരുട്ടറകളായിരുന്നു. എന്നാൽ അവിടെ അല്പ സ്വാതന്ത്ര്യം പൗലൂസിന് കിട്ടി. കാരണം തന്നെ റോമൻ പൗരനായിരുന്നു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല
പൗലോസിന് എതിരായിട്ടുള്ള കുറ്റങ്ങൾ അത്ര ഗൗരവമായിട്ട് ഈ റോമൻ ഗവൺമെന്റ് അധികാരികൾക്കൊന്നും തോന്നാതിരുന്നത് കൊണ്ടുമൊക്കെ പൗലോസിന് ആത്മസ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ട് തന്നെ പൗലോസ് അവസാന കാലങ്ങളിൽ ഒരു ഓപ്പൺ ജയിലിൽ, താന് ഒരു തുറന്ന ജയിലിൽ താൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ പാർക്കുകയും ആളുകളെ സ്വീകരിക്കുന്നതിനും അവരുടെ പരിചരണം സ്വീകരിക്കുന്നതിനൊക്കെ പൗലോസിന് സ്വാതന്ത്ര്യം ലഭിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല കാരാഗ്രഹത്തിൽ ആയിരുന്ന സമയത്ത് പൗലോസിന് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ഉള്ള അവസരത്തില് തന്നെ ശുശ്രൂഷിക്കാനായിട്ട് സ്വമനസോടെ ഈ റോമൻ കാരാഗ്രഹത്തിൽ റോമിലേക്ക്, റോം എന്ന് പറയുമ്പോൾ ഏഷ്യ മൈനറിലാണെന്ന് ഓർക്കണം. ഈ കൊലോസ്യ സഭ, എഫെസോസ് സഭകളൊക്കെ ഏഷ്യ മൈനറിന്റെ ഭാഗങ്ങൾ, ഇന്നത്തെ ടർക്കി. നിങ്ങൾ വീട്ടിൽ ചെന്നത് മാപ്പ് നോക്കിയാൽ മതി. അവിടുന്ന് കടൽ മാർഗം ദീർഘദൂരം സഞ്ചരിച്ച് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് റോമിലേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പൗലോസിനെ സഹായിക്കാൻ വേണ്ടി പൗലോസിന്റെ അടുക്കലേക്ക് പോയ ആളുകളാണ്. ഞാൻ അവരെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എത്ര കാലം ഈ എപ്പഫ്രാസ് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. കുറച്ചു കാലം ഉണ്ടായിരുന്നു. താൻ ചെയ്ത കൊലോസ്യ സഭയെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു, ഏഷ്യ മൈനറിലുള്ള മറ്റു സഭകളെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് എപ്പഫ്രാസ് ചെന്ന് തന്നോടൊപ്പം നിൽക്കുമ്പോൾ എപ്പഫ്രാസിൽ പൗലോസ് കണ്ടൊരു പ്രത്യേകത, ഒരു സവിശേഷതയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ ഒരാളായി യേശുക്രിസ്തുവിന്റെ ദാസനായിരിക്കുന്ന എപ്പഫ്രാസ് ഈസ് ഗ്രീറ്റിംഗ് യു, ഹി സെൻഡ്സ് ഗ്രീറ്റിംഗ്സ്. നിങ്ങൾക്ക് അവൻ അഭിവാദനം അറിയിക്കുന്നു, നിങ്ങളെ അവൻ വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുന്നത് എന്താ? അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹിയറപ്പൊലിക്കാർക്കും വേണ്ടി അവൻ എത്ര പ്രയാസപ്പെടുന്നു എന്നുള്ളതിന്, അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഐ എം എ വിറ്റ്നസ്. ഞാൻ സാക്ഷിയാണ്. ഈ കാരാഗ്രഹത്തിന് എന്താ സൗകര്യമുണ്ട്? ഓപ്പൺ ജയിലായിക്കൊള്ളട്ടെ, എത്രത്തോളം സൗകര്യമുണ്ടെന്ന് നമുക്കറിയില്ല. പൗലോസിനെ ശുശ്രൂഷിക്കാൻ, പൗലോസിനെ എന്നോടൊപ്പം നിൽക്കാനാണ് ചെന്നത്. പക്ഷേ ഈ എപ്പഫ്രാസ്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കൊലോസ്യ സഭയുടെ പാസ്റ്റർ ആയിരിക്കണമെന്ന്. കാരണം ആദ്യത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും, ഒരു പക്ഷെങ്കിൽ കൊലോസ്യ സഭയുടെ സ്ഥാപകനും അദ്ദേഹമായിരിക്കും. എക്സാക്ട്ലി. പക്ഷേ ഈ മനുഷ്യനിൽ പൗലോസ് കണ്ട ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അവൻ കൊലോസ്യ സഭക്കാർക്ക് വേണ്ടിയും ഹിയറപ്പൊലിക്കാർക്ക് വേണ്ടിയും ലവോദിക്കർക്ക് വേണ്ടിയും അവൻ വളരെ പ്രയാസപ്പെടുന്നു. എങ്ങനെ വളരെ പ്രയാസപ്പെടുന്നു? ഇവിടെ പറയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടും. പ്രാർത്ഥനയിൽ പോരാടുന്നത് മാത്രമല്ല, അവൻ പ്രാർത്ഥനയില് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. ആ പോരാടുക എന്ന പദം നമുക്കറിയാം, യുദ്ധം ചെയ്യുക എന്നതിന്റെ അർത്ഥം അല്ലെ, പോരാടുക. പക്ഷേ ഇംഗ്ലീഷിൽ വായിച്ച വാക്കെന്താ? റെസ്ലിംഗ്. അവൻ റെസ്സിൽ ചെയ്യാണ്, ഗുസ്തി പിടിക്കുകയാണ്. അവൻ പോരാടുന്നു. ഗ്രീക്കിലെ പദം അഗോണിസോമായി എന്നൊരു പദമാണ്. ആ പദം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, എനിക്കും അറിയില്ല. നമ്മളാരും ഗ്രീക്ക് പണ്ഡിതരല്ല. നമുക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷ് പദമുണ്ട്, ആഗനൈസ്. ആഗനൈസ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ഗ്രീക്ക് വാക്കിൽ നിന്നും. എന്താ ആഗനൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ആഗണി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? Crucial, excruciating pain, the most painful situation. ഏറ്റവും അധികം ശാരീരിക വേദനയേക്കാൾ ഉപരി മാനസിക വേദനയാണ് ആഗനി എന്ന് പറയുന്നത്. മെന്റൽ ആഗനി, മാനസികമായ കഠിനമായ വേദന, ഹൃദയത്തിലെ വലിയ വിങ്ങൽ. പൗലോസ് തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എനിക്ക് വലിയ വിങ്ങലുണ്ട്, ഹൃദയത്തിന് വലിയ ഭാരമുണ്ട്, ഹൃദയത്തിൽ താങ്ങാനാവാത്തത്ര
വേദനയുണ്ട്. അതാണ് ആഗണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീരപ്പലിക്കാർക്ക് വേണ്ടിയും ലവോദിക്കക്കാർക്ക് വേണ്ടിയും കൊലോസ്യർക്ക് വേണ്ടിയും പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ഒരു സ്പെയർ ടൈം ഇവന്റ് ആയിരുന്നില്ല. അല്പസമയം മിച്ചം കിട്ടിയപ്പോൾ എന്താവുന്ന അല്പസമയം വന്നിരുന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊരു ചിന്തയോടെ പ്രാർത്ഥിക്കുകയല്ല. പൗലോസ് വളരെയധികം ഒബ്സർവ് ചെയ്തു. പൗലോസ് വളരെയധികം അദ്ദേഹത്തെ സൂക്ഷ്മമായി വീക്ഷിച്ചിട്ട് പറയുക, ഞാൻ സാക്ഷിയാണ്. എന്തിനാ ഞാൻ സാക്ഷി? നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര മനസ്സിന്റെ വേദനയോടെയാണ്, എത്ര കഠിനമായ വേദനയോടെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അവിടുത്തെ പദം തന്നെ ഉപയോഗിച്ചാൽ, പ്രാർത്ഥനയിൽ വലിയൊരു പോരാട്ടം അവൻ കഴിക്കുകയാണ് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ ഈ എപ്പഫ്രാസിന് പ്രാർത്ഥന ഒരു ശാന്തമായ സ്നേഹമസൃണമായ ദൈവത്തോടുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമായിരുന്നില്ല എപ്പഫ്രാസിന്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? പലരും പറയുന്ന പ്രാർത്ഥന എന്താ? ദൈവത്തോടുള്ള നമ്മൾ അപ്പച്ച എന്നൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നമ്മൾ അറിയിക്കുന്നു. പൗലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന നമ്മളെ അധികം മാനസികമായി ബാധിക്കാറില്ല, അല്ലേ? ശാരീരികമായും ബാധിക്കാറില്ല. ഞാൻ എന്റെയും നിങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്, എൻ്റെ ഇവിടെ അവസ്ഥയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ ബാധിക്കത്തക്ക നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ പിന്നീടല്ലേ മനസ്സിനെ ബാധിക്കത്തക്ക നിലയിൽ, അല്ലേ? പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആളുകൾ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, നിലത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളിൽ പലർക്കും ഇരിക്കാൻ പറ്റത്തില്ല, ഇരുന്നാൽ പിന്നെ എഴുന്നേക്കാനും പറ്റത്തില്ല. ശരീരത്തിന് അത്രയധികം അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും സാരമുള്ള കാര്യമല്ല. പുതിയ നിയമത്തിന്റെ അർത്ഥത്തിൽ ഏത് നിലയിൽ പ്രാർത്ഥിക്കണമെന്നോ ഏത് പോസ്റ്ററിൽ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും പ്രത്യേകതയില്ലെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ താഴുമ്പോൾ തീർച്ചയായും അറിയാതെ നമ്മുടെ ശിരസ്സും ഒന്ന് താഴും, നമ്മുടെ ശരീരവും ഒന്ന് താഴും. അത് നിങ്ങളൊരു പോലീസുകാരനെ കണ്ടാൽ, നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അത് എക്സ്പ്രസ് ചെയ്യത്തില്ലേ? ചില ആൾക്കാർ ബോഡി ലാംഗ്വേജ് മാത്രമേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ ഭവ്യതയും വിനയവും ഒക്കെ പുറമേ കാണിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ നമുക്ക് അകത്ത് വിനയമുണ്ടെങ്കിൽ അത് ശരീരത്തിൽ പ്രകടമാകാതിരിക്കത്തില്ല, ഭയമുണ്ടെങ്കിലും അത് പ്രകടമാകാതിരിക്കത്തില്ല. എപ്പഫ്രാസിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് അവനൊരു സാധാ കോൺവെർസേഷൻ ദൈവത്തോടായിരുന്നില്ല, ഒരു ശാന്തമായ ഒരു കോൺവെർസേഷൻ ആയിരുന്നില്ല. For him it was a wrestling. അവനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗുസ്തിയായിരുന്നു, ഒരു പോരാട്ടമായി, ഒരു യുദ്ധമായിരുന്നു. പക്ഷേ യുദ്ധം എന്നുള്ള വാക്ക് അല്പം കുഴപ്പമുണ്ടാക്കുന്ന ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിന്റെ വേദന. അതിന് ആ ആഗണി എന്ന പദത്തിന്റെ റൂട്ടിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ വേറൊരു അർത്ഥം കൂടെയുണ്ട്. ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന വ്യഗ്രതയാണോ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്? പ്രാർത്ഥന പോരാട്ടമാണോ? പ്രാർത്ഥന പോരാട്ടമാണോ? അതെ, ഇവിടെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ, ആരോടാ പ്രാർത്ഥനയിൽ പോരാടുന്നത്? പ്രാർത്ഥനയിൽ അവൻ ആരോടാ പോരാടുന്നത്? എന്നാ ചോദ്യം. പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ട് വന്ന് നിൽക്കും. പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ശക്തികളെല്ലാം എഴുന്നേക്കും, അല്ലേ? പിന്നെ അതിനോടല്ലേ പോരാടുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയല്ലേ നമുക്കുള്ളത്. പിശാചിനോട് പോരാടുന്ന അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
പിശാചിനോട് പോരാടാണെങ്കിൽ 2 ഉദാഹരണങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇതിന്റെ അർത്ഥത്തിലേക്ക് വരാം. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ളതിന് ആരാ സാക്ഷി? പൗലോസാ സാക്ഷി. പൗലോസാ ഞാൻ സാക്ഷിയാണ്. പൗലോസിന്റെ സ്വഭാവം എന്തോ? നിങ്ങൾ റോമാലേഖനം 15-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 15, അതിന്റെ 30 ഇംഗ്ലീഷിൽ തോന്നുന്നു, 31 മലയാളത്തിൽ 31-ാം വാക്യം. I appeal to you, brothers, by our Lord Jesus Christ, and by the love of the Spirit, to strive together with me in your prayers to God on my behalf, that I may be delivered from the unbelievers in Judea, and that my service to Jerusalem may be acceptable to the saints. Yeah. മറ്റൊരു വർഷം വായിച്ച് to strive together എന്നോട് വായിച്ച് മലയാളത്തിൽ വായിച്ച് ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ നിങ്ങൾ പോരാടണം. നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം. അപ്പൊ പൗലോസ് എന്താ ചെയ്യുന്ന പ്രാർത്ഥനയിൽ? പൗലോസിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് മനസ്സിലാകുന്നില്ലേ? പൗലോസിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? For Paul it was a wrestling. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്തോ? പോരാട്ടമാണ്. പൗലോസ് നോക്കുമ്പോൾ എപ്പഫ്രാസിനും പ്രാർത്ഥന എന്തോ? പോരാട്ടമാണ്. അത് മനസ്സിലായോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ എപ്പഫ്രാസ് ഒരുപക്ഷെങ്കിൽ കണ്ടുപിടിച്ചത് ആരിൽ നിന്നായിരിക്കാം? പൗലോസിലായിരിക്കാം. നമുക്ക് ഉറപ്പൊന്നുമല്ല. പൗലോസ് ആയിരിക്കാം മാതൃക. അപ്പൊ എപ്പഫ്രാസ് മാത്രമല്ല പ്രാർത്ഥനയിൽ പോരാടുന്നത്, പൗലോസും പ്രാർത്ഥനയിൽ പോരാടുക. ഇനി കർത്താവിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. എബ്രായ ലേഖനം അതിലെ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കിക്കേ. Hebrews chapter 5 verse 7. In the days of his flesh, Jesus offered up prayers and supplications. Jesus offered up prayer and supplication with loud cries and tears to him who was able to save him from death, and he was heard because of his reverence. Because of his. മലയാളത്തിൽ വായിച്ചേ. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതെന്താ പ്രാർത്ഥന? ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥന നമുക്ക് വായിക്കാൻ കഴിയും അല്ലേ? അവിടെയാണ് ആഗണി എന്ന പദം ശരിയായിട്ട് വരുന്നത്. എന്തായിരുന്നു അതിന്റെ ഫലം? നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ വായിച്ചേ. And he came out and went, as was his custom, to the Mount of Olives, and the disciples followed him. പതിവുപോലെ അവൻ ഒലിവ് മലയിലെത്തി. എന്നിട്ട് and when he came to a place, he said to them, pray that you may not enter into temptation. Okay. And he withdrew from them about a stone's throw, and knelt down and prayed, saying, Father, if you are willing, remove this cup from me. If you are willing, remove this cup from me. Nevertheless, not my will, but yours be done. Okay. And there appeared to him an angel from heaven, strengthening him. And being in agony, he prayed more earnestly. അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. Not that word. അതിശ്രദ്ധയോടെ earnestly. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. നിരവധി തവണ വായിച്ചു പോയിട്ടുള്ള വേദഭാഗം അല്ലേ?
അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചത്? ഒരു വലിയ ആശ്വാസം കിട്ടുകയല്ല, ഒരു വലിയ ഭാരം മാറിപ്പോകയല്ല. ഭാരം മാറിപ്പോയ അവസാനം ശരിയായിരിക്കാം. എന്നാൽ what happened during the prayer, ആ പ്രാർത്ഥനയിൽ സംഭവിച്ചത് എന്താ? He lost his comfort. അവന്റെ കംഫർട്ട് നഷ്ടപ്പെട്ടു. വായിച്ചെന്താ? അവൻ പ്രാണവേദനയിലായി. പ്രാണവേദനയിലായി. അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ, so it was a particular place, ആ സ്ഥലത്തോടെത്തിയപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം പോയി വാങ്ങിപ്പോയി മുട്ടുകുത്തി. ഇതല്ലേ സ്ട്രഗിൾ, ഇതല്ലേ റിസ്ലിംഗ്. ലെറ്റ് മീ ആസ്ക് യു, ആരുമായിട്ടാണ് ഇവിടെ റിസൽ ചെയ്യുന്നത്? എന്തുമായിട്ടാണ് റിസൽ ചെയ്യുന്നത്? യെസ്, നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പിശാചുമായിട്ടാണോ? പിശാചുമായിട്ടാണോ യുദ്ധം ചെയ്യുന്നത്? പോരാടുന്നത് പിശാചുമായിട്ടാണോ? അല്ല, അല്ലേ? അതിന് പിന്നിൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. യൂദയിൽ പിശാചാണ് കിടന്നത്, തോന്നിപ്പിച്ചത്, അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്, റിസിൽ ചെയ്യുന്നത്, പോരാടുന്നത് പിശാചുമായിട്ടാണോ? നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? രണ്ട് വിൽസ് തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, രണ്ട് ഇഷ്ടങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, രണ്ട് ഹിതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് പിതാവിന്റെ ഇഷ്ടം, രണ്ട് തന്റെ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന എബ്രായർ 12-ാം അധ്യായത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ ക്രൂശിന്റെ അപമാനം, ക്രൂശിന്റെ വേദന, ക്രൂശിന്റെ കഷ്ടം, അനുഭവിക്കാൻ പോകുന്ന അതിവേദന താൻ ഓർത്തിട്ട് തന്റെ ഇഷ്ടവും പിതാവിന്റെ ഇഷ്ടവും തമ്മിൽ ഒരു കൊളീഷനിലേക്ക് വരികയാണ്. അണ്ടർസ്റ്റാൻഡ്? രണ്ട് ഇഷ്ടങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആദ്യം പ്രാർത്ഥിക്കുന്ന എന്നാ? പിതാവേ, എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമാണ്. അത് ആദ്യം പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അപ്പൊ അതാരുടെ ഇഷ്ടം? മനുഷ്യനായ യേശുവിന്റെ ഇഷ്ടമാണ്, അല്ലേ? താൻ അനുഭവിക്കാൻ പോകുന്ന വേദന എനിക്കറിയാം. എത്രയോ തവണ താൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ ക്രൂശിക്കുകയും കൊല്ലുകയും ചെയ്യും, അവൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞ് അവൻ യെരൂശലേമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാർ എന്നോട് പറഞ്ഞു, അയ്യോ പോകരുത്, അവിടെ പോയാൽ നിന്നെ കല്ലെറിയും, നിന്നെ കൊല്ലും. ഇതിന്റെ അവസാനം എന്നറിയാമോ? നാം പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് ഭീരുവായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ആ ലാസ്റ്റ് മൊമെന്റ് വരുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരുമായി ഗത്സമനയിലേക്ക് ആ സ്ഥലത്ത് ചെന്നു. താൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും താൻ പതിവ് പോലെ പ്രാർത്ഥനയ്ക്കായി ഗത്സമനയിലേക്ക് പോകുമായിരുന്നു. ആ സ്ഥലത്ത് ചെന്നു. സ്തോത്രം. ആ സ്ഥലത്ത് ചെന്നു. എവിടെ? ഈ സ്ഥലത്താണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞ നാളിലൊക്കെ തന്റെ ശുശ്രൂഷയിൽ താൻ വിജയം നേടിയത്. ഇവിടെ നിന്നാണ് പ്രാർത്ഥിച്ചാണ് താൻ പിതാവിനുള്ള മറുപടി കിട്ടിയത്. ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാണ് താൻ എത്രയോ രാത്രികൾ ചിലവഴിച്ച് തന്റെ പകലിലെ ശുശ്രൂഷയിലെ എല്ലാ സംഭവങ്ങൾക്കും ഉള്ള ഊർജം നേടിയത്. അതേ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്.
രാത്രി ഓർക്കണം ദൈവമക്കളെ, വല്ലപ്പോഴും ഒരിക്കൽ ചെല്ലുന്ന ഒരു സ്ഥലമല്ല. നാം പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുമ്പോൾ ഓരോ ദൈവവൈതലും ഓർക്കണം, ഈ മുഴങ്കാലിലാണ്, എന്റെ ഈ പ്രാർത്ഥനാ സ്ഥലത്താണ് എന്റെ കഴിഞ്ഞ നാളിലെ വിജയങ്ങളൊക്കെ ഞാൻ നേടിയത്. കഴിഞ്ഞ നാളിലെ എന്റെ പ്രാർത്ഥനകളുടെ ഉത്തരങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് നേടിയത്. കർത്താവിന്റെ കോൺഫിഡൻസ്. എന്നിട്ട് കർത്താവ് എന്താ ചെയ്തത്? ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്താ ചെയ്തത്? ഒരു കല്ലേറ് ദൂരത്തോളം പോയി. എനിക്കതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. കുറച്ചു കാലം മുൻപ് വരെ ഞാനത് ഡീപ്പായി പഠിച്ചപ്പോഴായിരിക്കും മനസ്സിലായത്. ഈ കല്ലേറ് ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭാഷയിൽ ഒരു കല്ലെടുത്തെറിയുന്ന ദൂരം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന വല്ലവരും ഇരിക്കും. അപ്പൊ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ദൂരമായിരിക്കും അല്ലേ? എനിക്കറിയാൻ പറ്റുന്ന ഇത്രയും ദൂരം എന്റെ ദൂരം, നിങ്ങൾക്കറിയാൻ പറ്റുന്ന ഇത്രയും നിങ്ങളുടെ ദൂരം. നമ്മുടെ പല ആൾക്കാർക്കും ഫ്രോസൺ ഷോൾഡർ ഒക്കെ ഉണ്ട്. അപ്പൊ കർത്താവ് നമുക്ക് പറയാം, പക്ഷേ എനിക്കറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കർത്താവ് വളരെ അടുത്തായിരിക്കുന്നു എന്ന് പറയത്തില്ല. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ വായിക്കുന്നുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ആവശ്യപ്പെട്ടത് എന്താ? കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് അല്ലേ? അപ്പൊ കല്ലെറിഞ്ഞ് കൊല്ലണമെങ്കിൽ എത്ര ദൂരത്തിൽ നിർത്തണം? നമുക്ക് നമ്മൾ എറിഞ്ഞാൽ പരമാവധി ദൂരം എത്രയാണോ അവിടെ അതിന്റെ അവിടെ ചെന്ന് നിന്നാ പറ്റുമോ? അവിടെ നിന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി കൊണ്ടാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഓപ്റ്റിമം സ്പീഡിൽ മാക്സിമം ഇമ്പാക്ട് ചെന്ന് കൊടുത്തിടത്തല്ലേ നിൽക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലാൻ ന്യായപ്രമാണ പ്രകാരം ഒരു കുറ്റവാളിയെ എത്ര ദൂരത്തിൽ നിർത്തണമോ ആ ദൂരത്തിന്റെ പേരാ കല്ലേറ് ദൂരം. പറഞ്ഞു മനസ്സിലായോ? ന്യായപ്രമാണ പ്രകാരം ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഏലിയാ പുസ്തകമൊക്കെ പറയുന്നുണ്ട്, ഇന്നയാളെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇന്നയാളെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരാളെ വിധിച്ചു. ആ വ്യക്തിയെ കല്ലെറിയുന്നവര് കൊല്ലാണ്ടൊക്കെ വേണം. ആഖാനെ എങ്ങനെയല്ലേ കൊന്നത്? എത്ര ദൂരത്തിൽ നിർത്തണോ ആ ദൂരമാ കല്ലേറ് ദൂരം. ശിഷ്യന്മാരെ എവിടേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോയില്ല. ആ മരണത്തിന്റെ ഇടത്തേക്ക് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടു പോയില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവിന്റെ സ്നേഹം എന്ന് ഓർക്കണം. ഏറുകൊണ്ട് ചാകാനുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്ന ആ ദൂരത്ത് അവൻ പോയി നിന്ന് അവിടെ മുട്ടു. What a loving Lord we have. എത്ര സ്നേഹിക്കുന്നത് കർത്താവാ നമുക്കുള്ളതിന്. അതിന്റെ പ്രത്യേകത അതാ. നമ്മളാണെങ്കിൽ സേഫസ്റ്റ് പ്ലേസ് നമ്മൾ നോക്കും, ബാക്കിയുള്ളവരെ മോസ്റ്റ് വൾനറബിൾ പ്ലേസിൽ നിർത്തും. എന്നാൽ നമ്മുടെ കർത്താവ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും സേഫസ്റ്റ് പ്ലേസിൽ നിർത്തിയിട്ട് അവൻ ഏറ്റവും ഡേഞ്ചറസ് പ്ലേസ്. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു വാക്യമുണ്ട്. 4-ാം അധ്യായം 35 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ പടക് അക്കരയ്ക്ക് പോകുമ്പോൾ അവൻ തലവെച്ചുറങ്ങിയത് എവിടെയാണ്? അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്, ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 28-ാം അധ്യായം അവിടെ വായിക്കുന്നുണ്ട്. പൗലോസും കൂട്ടരും സഞ്ചരിച്ച ആ കപ്പൽ അത് യാത്ര ചെയ്യുമ്പോൾ അവിടെ വായിക്കുന്ന തിരയുടെ ക്ഷേമത്താൽ അണിയെ ഉറച്ചിട്ട് ആമരം ഉടഞ്ഞുപോയി. പടകിന്റെ കപ്പലിന്റെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അമരം, മറ്റൊരു സ്ഥലത്തിന്റെ പേരാണ് പോലീസും കൂട്ടരും സഞ്ചരിച്ച കപ്പലിന്റെ ഉടഞ്ഞുപോയ ഇടവേല അമരം. അവര് രക്ഷപ്പെട്ടത് എന്തുകൊണ്ട്? അവരെല്ലാം അണിയത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അമരത്തായിരുന്നെങ്കിൽ അവരും ഉടഞ്ഞു പോകത്തില്ലായിരുന്നു. സ്തോത്രം. 4-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായി എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ, ഈ പടക് എവിടെയെങ്കിലും ഇടിച്ച് അത് ഉടഞ്ഞാലും
ആ ഉടയുന്ന സ്ഥലം അവൻ ഉറങ്ങുന്ന ഇടമാണ്, അവൻ ഇരിക്കുന്നിടം. ദൈവമേ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നു. സ്തോത്രം. ഞാനും നിങ്ങളും സ്തോത്രം കൊടുങ്കാറ്റിന്റെ മുൻപിലായിരിക്കാം, വലിയ പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം, ഈ ചൂളയുടെ നടുവിലായിരിക്കാം. അല്ലാതെ ബന്ധു പോകാത്തൊരു സ്ഥലത്തേക്ക് നമ്മെ മാറ്റി അതിന്റെ ഏറ്റവും ചൂടേറിയ സ്ഥലത്ത് അവൻ നമുക്ക് വേണ്ടി പൊസിഷൻ ചെയ്യുന്ന ഒരു കർത്താവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് എന്ന ദൈവം ആഗ്രഹിക്കണം. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ കൂടെ പറയണം. ഈ കല്ലേറ് ദൂരത്ത് കർത്താവ് നിന്നു, അവിടെ മുട്ടുകുത്തി, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്തുവാ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നോക്കിക്കേ, റിസലിംഗ് എന്തിനാ? ഏറ്റുമുട്ടൽ എന്തിനാ? പോരാട്ടം എന്തിനാ? പ്രാർത്ഥനയിലെ പോരാട്ടം എന്റെ ഇഷ്ടം വേണോ നിന്റെ ഇഷ്ടം വേണോ എന്നുള്ളത് ഓർത്തിരിക്കണം. പിശാചിനോടല്ല കേട്ടോ, കൂടോത്രത്തോടല്ല, മന്ത്രവാദത്തോടല്ല, ദുഷ്ടശക്തിയോടൊന്നുമല്ല. പ്രാർത്ഥനയിൽ ഞാനും നീയും പോരാടുന്നത്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടം മാറി നമ്മുടെ ആഗ്രഹം പോലെ നടക്കാനല്ല. ഇന്നലെ രാത്രിയിലും കേട്ടില്ലേ, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ മാറാൻ വേണ്ടി. Not that God's will should be identified with my will. Prayer is for that my will should be identified with God's will. But transformation ഉണ്ടാകേണ്ടത് എന്റെ ഇഷ്ടത്തിനാണ്. ഞാൻ കീഴടങ്ങത്തില്ല, എന്റെ വില്ല് എതിർക്കും, എന്റെ ഇഷ്ടം എതിർക്കും. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന ഇന്നലെ രാത്രി സുഗന്ധാസ് ചില വാക്കുകൾ പറഞ്ഞില്ലേ? എത്ര വാക്കുകളുണ്ട്? കുറച്ച് വാക്കല്ലേ ഉള്ളൂ. പക്ഷെ അതിലെ ഒരു സെന്റൻസ് എന്തുവാ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കാരണം അതാ ഏറ്റവും വിഷമമുള്ള കാര്യം. നമ്മൾ ആരും പ്രാർത്ഥിക്കാത്ത കാര്യം. ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? എത്ര പേരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? നിവൃത്തിയില്ലാത്തപ്പോഴാണ് നമ്മൾ പറയുന്നത് താവ് ഇതിന് ഇഷ്ടം നടക്കട്ടെ, കാരണം ഇനി എന്റെ ഇഷ്ടം നടക്കത്തില്ലെന്ന് അറിയാം. അപ്പൊ പിന്നെ നീ പിന്നെ എന്നാ ചെയ്യാനാ? ഇങ്ങനെയല്ല പറയുന്നത്. സ്തോത്രം. നിങ്ങൾ യോഹന്നാന്റെ 1-ാം ലേഖനം വായിച്ചു നോക്കണം. മറ്റിടങ്ങളിലൊക്കെ പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചു നോക്കണം. ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടിട്ട് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് ദൈവം മറുപടി തരുന്നത്. നോക്കിക്കേ, ഈ പ്രാർത്ഥന തന്നെ ആ ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചു. എന്താ? എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് അല്ലേ പ്രാർത്ഥിച്ചപ്പോൾ 43-ാം വാക്യം പറയുന്നത് അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. എപ്പോഴാ? ഒരു കല്ലേറ് ദൂരത്ത് പോയി മരണത്തിന്റെ ആ പോയിന്റ് ഓഫ് ഡെത്തിൽ പോയി മുട്ടുകുത്തിയപ്പോൾ ദൂതൻ വന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൂതൻ വന്നില്ല. എത്ര സമയം പ്രാർത്ഥിച്ചു എന്നറിയില്ല. വളരെ സമഗ്രമായി സംക്ഷിപ്തമായി ലൂക്കോസ് പറയുമ്പോൾ എത്ര സമയം പ്രാർത്ഥിച്ചെന്നറിയില്ല. തീർച്ചയായും പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാനുള്ള സമയം കിട്ടിയല്ലേ? ചില മണിക്കൂറുകൾ, ഒരു യാമം, ചിലപ്പോൾ 2-3 വാച്ച്. ഒരു യാമം എന്ന് പറയുന്നത് 3 hours. സന്ധിക്കപ്പോഴും ആയിരിക്കാം പോയി മുട്ടുകുത്തിയത്. രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നിരിക്കാം. പ്രാർത്ഥനയുടെ ആരംഭത്തിലും പുരോഗമിച്ചപ്പോഴും ഒന്നുമില്ല. എന്നാൽ പറയുകയാണ് എന്റെ ഇഷ്ടം വേണ്ട നിന്റെ ഇഷ്ടം മതി എന്ന് ഒരു വാക്ക് പുത്രന്റെ വായിൽ നിന്ന് വീഴുമ്പോൾ അടുത്തത് വായിക്കുന്നത് അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. രാത്രി ദൈവമക്കളെ ഓർത്തിരിക്കണം, ദൈവഹിതത്തിനായി നാം സമർപ്പിക്കുന്ന നിമിഷം നമ്മെ സ്വർഗത്തിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരം. നമുക്ക് വേണ്ടി ദൈവദൂതനൊന്നുമല്ല,
ദൈവദൂതനുണ്ട്. ദൂതന്മാരെക്കാൾ അത്ര ശ്രേഷ്ഠമായ അവനാണ് നമുക്ക് വേണ്ടിയുള്ളത്. സ്തോത്രം. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ദൂതന്മാരിൽ ശ്രേഷ്ഠനായ ഒരുവനല്ല. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ പ്രത്യേകത. മനസ്സിലായില്ലേ? സ്തോത്രം. അപ്പം ഏറ്റുമുട്ടൽ നടക്കുന്നത്, പോരാട്ടം നടക്കുന്നത് വിസിബിളോ ഇൻവിസിബിളോ ആയ ഒരു ശത്രുവായിട്ടല്ല, മാനുഷികമോ ജഡീകമോ ആത്മീകമായ ഒരു ശത്രുവായിട്ടല്ല, ജഡത്തിന്റെ ഭാഗമാണ്. ദൈവസന്നിധി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നമുക്കെതിരായി പോരാടുന്ന ഏറ്റവും വലിയ ശക്തി നമ്മുടെ വില്ല, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഹിതം. നമ്മൾ ഈ ദിവസങ്ങളിൽ എഫെസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അതിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, അവന്റെ ഹിതം, അവന്റെ ഹിതത്തിന്റെ പുകഴ്ച, അവന്റെ ഹിതത്തിന്റെ മർമ്മം, ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, called according to his purpose, called according to his will, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിളിച്ചിരിക്കുന്ന, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം വിളിച്ചിരിക്കുന്നയാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ഇത് നിങ്ങൾക്ക് ഏറ്റവും അധികം മനസ്സിലാവുന്നതോടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഷനിലേക്ക് വരാം. ഏറ്റവും അധികം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കറിയാമല്ലോ പോരാടിയ ഒരു മനുഷ്യനെ കുറിച്ച് അല്ലേ? ആരാണ്? യാക്കോബ്. യാക്കോബിന്റെ പ്രത്യേക ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 32 അതിന്റെ 32-ാം അധ്യായത്തില് അല്ലെ 22 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ എല്ലാം വായിക്കാൻ നേരമില്ല. അവിടെ നമുക്ക് നന്നായിട്ടറിയാം ദൈവത്തോട് പോരാടിയ ഒരു മനുഷ്യനല്ലേ, ദൈവത്തോട് പോരാടി ജയിച്ചത് ആരാണ്? യാക്കോബ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ എടുത്തിട്ട് പലപ്പോഴും പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കാറുള്ളത്. പ്രാർത്ഥനയിൽ പോരാടുക. ആക്ച്വലി അവിടെ ആരോടാ പോരാടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആ വായിക്കാൻ ആഗ്രഹിക്കുന്നതിന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പിടിച്ചത് സൂക്ഷിച്ചൊന്ന് വായിച്ചു കൊടുക്കുക, ധ്യാനിച്ചു കൊടുക്കുക. ഈ വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ഭൂമിയിലെ ഓരോ അധ്യാപകനും വേദപുസ്തകം നന്നായി പഠിപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും നന്നായി പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും നല്ല അധ്യാപകൻ നമുക്കെല്ലാം അവൈലബിളും. അതാരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതെനിക്കും അവൈലബിളാ, നിങ്ങൾക്കും അവൈലബിളാ. ഞാൻ കാണാത്തത് നിങ്ങളെ ദൈവം കാണിക്കും, ഞാൻ അറിയാത്ത ആത്മീയ സത്യങ്ങൾ ദൈവം നിങ്ങളോട് പറയും. അതാണ് വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അവിടെ വീട്ടിൽ ചെന്ന് വായിച്ചു കൊടുക്കുക. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് യാക്കോബോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നാം വായിക്കുന്നത്, ഒരു മനുഷ്യൻ വന്ന് അവനോട് ഉഷസ്സാകുവോളം അനുഭവിച്ചു അല്ലേ? ഞാൻ വിളിക്കാറാവുന്നതിനോട് എന്നെ വിടുക, ഞാൻ പോകട്ടെ. അപ്പോഴവനൊന്ന് പ്രാർത്ഥിക്കുന്നത്, അപ്പോഴേ അവൻ ചോദിക്കുന്നുള്ളൂ. അവനെന്താ പറയുന്നത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. അത്രയല്ലേ അവിടുത്തെ പ്രാർത്ഥനയുള്ളൂ. എൻ്റെ ആദ്യത്തെ ഭാര്യ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ രണ്ടാമത്തെ ഭാര്യ മക്കളെ അനുഗ്രഹിക്കണം, എനിക്ക് ഏറ്റവും ഇഷ്ടം റാഹേലിനെയാണ്, അവളെ മക്കളെ അനുഗ്രഹിക്കും. ഇതുവരെ പറയുന്നുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഭൗതികമായി പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അപ്പൊ പ്രാർത്ഥന എത്രയുണ്ട്? പ്രാർത്ഥന എത്രയുണ്ട്? ഒരു സെന്റൻസ് അല്ലേ? എന്താ? I will not leave you until and unless you bless me. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. അത്രയുള്ള പ്രാർത്ഥന. അപ്പൊ ഇത്രയും നേരം എന്താ ചെയ്യുക? ഇത്രയും നേരം ഈ ദൂതൻ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയും നേരം യാക്കോബ് എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ യാക്കോബിന്റെ ചരിത്രം കഴിഞ്ഞ ദിവസം ഞാൻ യാക്കോബിനെ കുറിച്ച് പ്രസംഗിച്ചതാണല്ലോ. യാക്കോബിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അവന്റെ വിൽ, അവന്റെ ഇഷ്ടം നടക്കണം, അവനിന്റെ വെച്ച് വേണം.
അവന് ആഗ്രഹമുണ്ട്. ദൈവം ആവശ്യപ്പെടുന്ന എന്നാ? I will make you. You must surrender your will. ഞാൻ നിന്നെ പണിയാം, നീ ആരാണെന്നൊന്ന് സമ്മതിച്ചാൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ഇഷ്ടമൊന്നും താഴ്ത്താമോ? നിന്റെ ഇഷ്ടവും താഴ്ത്താമോ? യാക്കോബിനത് പറ്റത്തില്ല. അപ്പൊ നോക്കണം, യാക്കോബിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതവുമായി ഏറ്റുമുട്ടുന്ന ഒരു രാത്രിയാണ് യബോക്കിലെ രാത്രി. ഒരു രാത്രി മുഴുവനും ഫൈറ്റ്. ഒരു രാത്രി മുഴുവനും ഫൈറ്റ് അല്ല, ഒരു രാത്രി മുഴുവനും റെസ്ലിംഗ് അല്ല. ദൈവനെ ഗൺ ഡൗൺ ചെയ്യല്ല, ദൈവനെ വെടിവെച്ച് വീഴ്ത്തുകയല്ല, ദൈവനെ അടിച്ചു വീഴ്ത്തുകയല്ല. നമ്മൾ വായിക്കുന്ന എന്താ? യാക്കോബിന്റെ തുടയുടെ തടം ദൂതൻ തൊട്ടു, അവൻ ബലഹീനനായി തീർന്നു. പിന്നെ ഇവിടെ നടക്കാൻ വയ്യാത്ത സ്ഥിതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴായിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാര്യം ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ യാക്കോബിനോട് ഇത് ആദ്യം തന്നെ ചെയ്തില്ലായിരുന്നു? അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യത്തില്ലായിരുന്നു? രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥനയിലെ പോരാട്ടം നമ്മളോട് തന്നെ. പ്രാർത്ഥനയിലെ പോരാട്ടം നമ്മുടെ ഹിതത്തോടാണ്. പ്രാർത്ഥനയിലെ പോരാട്ടം നമ്മുടെ ജഡത്തോടാണ്, നമ്മുടെ ഇഷ്ടങ്ങളോടാണ്. എന്തുമായിട്ടാണ് പോരാടുന്നത്? ദൈവത്തിന്റെ ഇഷ്ടവുമായി. റിസൽ എന്ന വാക്കിന് ഒരു കാര്യം കൂടെ ഞാൻ പറയണം. ഞാൻ പറഞ്ഞ രണ്ട് ശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയല്ല. പൗലോസ് ഉപയോഗിക്കുന്ന പദം അല്ലെങ്കിൽ സമാനമായ പദം ഒരു അത്ലറ്റ് റെസ്ലർ ചെയ്യുന്നത്. ഒളിമ്പിക്സ് ഗെയിംസിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഗെയിമാണല്ലോ. ആ ഒളിമ്പിക് ഗെയിംസിലെ ഒരു ഐറ്റമാണ് അന്നും ഇന്നും റെസ്ലിംഗ്. അപ്പൊ എന്തിനാ ഈ ഒളിമ്പിക്കിൽ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കപ്പോ ഏഷ്യാഡ് അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, ഏതൊരു സ്പോർട്സ് ഇവന്റിലും നിങ്ങളൊരു റെസ്ലർ ആണെങ്കിൽ വേറെ ആളായിട്ട് റെസ്ലർ ചെയ്യുന്നതിന്റെ കാര്യം എന്നാ? ആ പുള്ളിയേക്കാൾ മിടുക്കനാണെന്ന് തെളിയിക്കാനാണോ? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാനാണോ? പിന്നെന്തിനാ? നിങ്ങളാരും പോയി പോയിട്ടില്ല. നമ്മളിവിടെ തൽക്കാലമൊക്കെ അങ്ങോട്ടൊക്കെ ഡ്രസ് ചെയ്യുന്നത്, നമ്മൾ വേറെ ഒന്നിനും പോകുന്നില്ല. എന്തിനാണ് റെസ്ലി ചെയ്യുന്നത്? എനിക്കെതിരായിട്ട് ഒരാൾ നിൽക്കുക, ഞാൻ എന്തിനാണ് റെസ്ലി ചെയ്തത്? മസൽക്കോറ് കാണിക്കാനാ? ദൈവമേ, ഇന്നത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത്? ഒരു സ്പോർട്സിൽ ഒരാൾ റെസ്ലി ചെയ്യുന്ന എന്തിനാണ് ഞാൻ ചോദിച്ചത്? എന്തിനാ വിൻ ചെയ്യുന്നത്? To get a medal. ഒരു പ്രതിഫലം കിട്ടാനല്ലേ? രണ്ടുപേരും ചെയ്തു, നീ ജയിച്ചു, നീ പൊക്കോളാൻ പറഞ്ഞാൽ പോരുമോ? അതിനാണെങ്കിൽ ഈ വർഷങ്ങൾ മുഴുവൻ ഇത്ര പരിശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, അന്നൊരു ദിവസമാണോ അവിടെ കൊണ്ട് നടക്കുന്നത്? അല്ല, പിന്നെ വർഷങ്ങളോളം നീണ്ട റെസ്ലിംഗ് ആയിരുന്നു. എന്തിനു വേണ്ടി? ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി, ഈ ഒരു റെസ്ലിംഗിന് വേണ്ടി. ആത്യന്തിക ലക്ഷ്യം എന്താ? അറിയാമായിരിക്കും ആരോടാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു പ്രോപ്പർ ഒപ്പോണന്റിനെ കണ്ടിട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ല. ആണോ? ഏറ്റവും നല്ല അത്ലറ്റുകൾ വെളിയിൽ വരുന്നത് എപ്പോഴാണ്? ആ ഗെയിം അനൗൺസ് ചെയ്യുമ്പോഴല്ലേ? അപ്പൊ എന്തിനാ ഫൈറ്റ് ചെയ്യുക? എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എതിരെ ഏത് ശത്രു വന്നാലും ജയിക്കാനാണ്. ശത്രുവിനെ ജയിക്കുക എന്നുള്ളതല്ല. കാരണം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന റിസിൽ എന്ന പദം ട്രെയിനിങ് ഓഫ് ആൻ അത്ലറ്റ് ആൻഡ് ഓൾസോ ആ ഇവന്റിൽ പങ്കെടുത്ത് അതിൽ
എക്സൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതാണ് റെസ്ലിംഗ്. പൗലോസ് പറഞ്ഞു, ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്, പ്രതിഫലം എനിക്ക് നഷ്ടപ്പെടാതെ ഇരിക്കേണ്ടതിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നാളിലൊക്കെ ഫൈറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാ? റിസൽ ചെയ്ത് എന്തിനു വേണ്ടിയാ? ശത്രുക്കളോടൊന്നുമല്ല, അവന്റെ എനർജി കൂട്ടാൻ വേണ്ടിയാ. ഈ ഒരു ഡേ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ, അല്ലേ? അതാണ് റിസലിംഗ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു അത്ലറ്റ്, പ്രത്യേകിച്ച് റിസലിംഗ് മാത്രമല്ല, ഒരു റണ്ണർ. റിസലിംഗ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഒരാളുമായിട്ട് കുസ്തി പിടിക്കുന്നു നമുക്ക് വിചാരിക്കാം. ഒരു ഓട്ടക്കാരനോ 100 മീറ്റേഴ്സോ 400 മീറ്റേഴ്സോ മാരത്തോടെ ഓടുന്ന ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? അടുത്തേക്ക് അവന്റെ എതിരാളിയുടെ ശരീരത്തിൽ പോലും തൊടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആ വ്യക്തിയോടല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാ ഫൈറ്റ് ചെയ്യുന്നത്? അവന്റെ സകല ശക്തിയും എടുത്തല്ലേ, സകല ശക്തിയും എടുത്ത്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ മീനിങ്. അപ്പോൾ ഇവിടുത്തെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ. എന്തിനു വേണ്ടി? സ്തോത്രം. എനിക്കെതിരായി ദൈവത്തിന്റെ പ്രതിഫലത്തിന് എന്നെ അയോഗ്യമാക്കി തീർക്കുന്ന ശക്തികളെ ഞാൻ ഇല്ലാതാക്കിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് ഞാൻ പൂർണ്ണമായി വിധേയപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാൻ ഞാൻ പോരാടുകയാണ്. ആ പോരാടുന്ന പോരാട്ടമോ പ്രാർത്ഥന. ആ പോരാടുന്ന പോരാട്ടമോ പ്രാർത്ഥന. മക്കൾ, ഞാനോട് നിർത്തുന്ന കാരണം സമയം ഞാൻ മുമ്പോട്ട് പോകുന്നുവല്ലോ. സ്തോത്രം. സായലിന്റെ ഇതിലെ പ്രാർത്ഥനകൾ കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓർത്തിരിക്കണം, the highest spiritual good is secured from the highest spiritual effort. ഏറ്റവും നല്ല ആത്മീക പോരാട്ടത്തിൽ നിന്ന് മാത്രമേ ഏറ്റവും നല്ല ആത്മീക നന്മ വരൂ. ദൈവം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി തരാത്തത് അത്രയധികം സീരിയസ് ആയി നമ്മൾ പ്രാർത്ഥന എടുക്കുന്നില്ല. പഴയ കാലങ്ങളിലെ ദൈവദാസന്മാർ, എനിക്ക് സ്വഭാവമില്ലല്ലോ, പലരും 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 2 മണിക്കൂർ അവർ മിനിമം, അല്ലെങ്കിൽ 3 മണിക്കൂർ പ്രാർത്ഥനയിൽ നിൽക്കും. ഹൈദരാബാദിലെ പീസിലെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിദാസനാണ് മാമച്ചൻ പാസ്റ്റർ. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് പുറകെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ വരുന്ന ദൈവദാസനാണ്. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളും ഗുഡ് ന്യൂസിൽ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് രാവിലെ 3 മണിയാകുമ്പോൾ 5 മണി വരെ പ്രാർത്ഥിക്കും, പിന്നീട് വേദപുസ്തകം വായിക്കും, പിന്നീട് ഒരുങ്ങി ശുശ്രൂഷകൾക്കായിട്ടുള്ളൂ. ഇപ്പോൾ വളരെ തിരക്കുണ്ട്, ധാരാളം സഭകളുണ്ട്. എന്നാൽ താരവിടെ വരുമ്പോൾ ഒരു സഭ പോലും ഇല്ല, വിശ്വാസികളില്ല. പാസ്റ്റർ ടി.എസ്. അബ്രഹാം താൻ പഠിച്ചിറങ്ങിയ സമയത്തന്ന് ചെറുപ്പമാ ചോദിച്ചു, കേരളത്തിൽ വെളിയിലോട്ട് പൊക്കോളാവെന്ന് ചോദിച്ചു. പൊക്കോളാവെന്ന് പറഞ്ഞു. ചോദിച്ചാലും അങ്ങനെയൊക്കെ വീണ്ടും അങ്ങനെ വന്നത്. ഇവരൊക്കെ ആ ബൈബിൾ സ്കൂളിൽ കിട്ടിയ ഒരു ട്രെയിനിങ്ങും കൂടെയാണ്. 3 മണിയാകും എഴുന്നേൽക്കും. എന്തിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്? അന്നത്തേക്ക് ആഹാരമില്ല, അതിനുവേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? വീട് കിട്ടാനാണോ പ്രാർത്ഥിച്ചത്? വണ്ടി കിട്ടാനാണോ പ്രാർത്ഥിച്ചത്? സ്വപ്നത്തിൽ പോലും ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാലമല്ല. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ശക്തന്മാരായി ദൈവം ഓരോ ഉപയോഗിച്ചതിന്റെ കാരണം അതായിരുന്നു, അവരുടെ സ്വയത്തെ ഇല്ലാതാക്കാനും അവരുടെ ആഗ്രഹങ്ങളെ അടക്കി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണമായി യോജിക്കാനോ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ച ഓരോ ദൈവവൈദ്യനെ ദൈവം കൈവിട്ടിട്ടുണ്ട്. രാത്രി നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇഷ്ടങ്ങൾ മാറി. ഓർത്തിരിക്കണം, ഞാൻ സാക്ഷിയാണ്. എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ
പോരാടുന്നു. ആ വാക്യം മാത്രം ഞാൻ വായിച്ചു നിർത്താം. ഞാൻ എത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വാക്യം, നിങ്ങൾ തികഞ്ഞവരും. പിന്നെ ദൈവഹിതം സംബന്ധിച്ച് ഒക്കെയും പൂർണ്ണ. അപ്പൊ എന്തിനു വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നത്? ഈ കൊലോസിയയിലുള്ള ദൈവമക്കൾ, ഹിയരപ്പൊലിയിലുള്ള ദൈവമക്കൾ, ലവോദിക്കയിലുള്ള ദൈവമക്കൾ, they must be matured and they must be totally established in God's will. You know, they must be assured of God's will. അവർ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണമായിട്ട് അവർക്ക് അഷ്വറൻസ് ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റുകളൊക്കെ മാറണം. ഇതൊക്കെ പറയുമ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആവശ്യങ്ങളൊന്നും ദൈവം നടത്തി തരത്തില്ല എന്ന്? ദൈവഹിതത്തിനനുസരിച്ച് നിങ്ങൾ വിധേയപ്പെട്, നാം വിധേയപ്പെട്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നിറവേറാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങളും ദൈവം നടത്തി തരും. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളും ദൈവം നടത്തി തരും. ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൽ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് തീർത്തരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് സംഭവിക്കേണ്ട എന്താ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, ഇടവിടാതെ പ്രാർത്ഥിക്കും. ഫിലിപ്പിയ ലേഖനം ഇങ്ങനെയല്ലേ പറയുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ഫൈറ്റ് നമ്മുടെ ഹിതവുമായിട്ട് ദൈവഹിതം ഏറ്റുമുട്ടുന്നതാണ് എന്ന് തിരിച്ചറിയുക. നിന്റെ ഇഷ്ടത്തിന് ഞാൻ സമർപ്പിക്കാം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിധേയപ്പെടാമെന്ന് പറഞ്ഞ് ദൈവസന്നിധി നമുക്ക് സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. നമ്മൾ മുമ്പേ വായിച്ചു, കർത്താവ് ഗെത്സമനയിൽ വെച്ച് 22-ാം അധ്യായത്തിൽ വായിച്ചു, അവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അല്ലേ? ഇബ്രാഹിം 5-ാം അധ്യായത്തിൽ വായിച്ചതൊക്കെ ഉറച്ച നിലവിളിയോടെ, കരച്ചിലോടെ അവൻ പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത് ജെയിംസ് chapter 5 verse 7. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. Therefore be patient, brethren, until the coming of the Lord. See how the farmer waits for the precious fruit of the earth, waiting patiently for it until it receives. താഴേക്ക് വായിച്ചു വരുമ്പോഴുണ്ട് ശ്രദ്ധയേറിയ പ്രാർത്ഥന. 12 മുതൽ താഴേക്ക് വായിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ് ആ ഭാഗം പറയുന്നത്. ശ്രദ്ധയേറിയ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അല്ലെ? 16-ാം വാക്യം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമ്മൾ വ്യാഖ്യാനിക്കുന്നെങ്കിൽ ഇച്ചിനോടൊന്ന് ഉറച്ച് പ്രാർത്ഥിച്ചേ, ഇച്ചിനോടൊന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചേ, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞാണല്ലോ, ഫേസ്ബുക്കിൽ കുറച്ച് നാൾ മുമ്പ് ഒരു ഫ്ലയർ കിടക്കുന്നുണ്ട്, 24 hours അന്യഭാഷയെ പ്രാർത്ഥന. ഞാനത് വ്യാഖ്യാനിക്കാൻ ഇപ്പം ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധയേറിയ പ്രാർത്ഥന അതൊന്നുമല്ല. ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നത് ആരാ? കർത്താവ്. അവിടെ വായിച്ചത് എന്തുവാ? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എങ്ങനെയായിരിക്കും ആ അതിശ്രദ്ധയോടുള്ള പ്രാർത്ഥനയുടെ ഫലം? അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി. എന്താ പ്രാർത്ഥിച്ചത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം. അടുത്തത് എങ്കിലും എന്റെ ഇഷ്ടം. അപ്പൊ ദൈവഹിതത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത് ചങ്കുകൊണ്ടൊരു അവസ്ഥയാണ്. ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിരത്ത് വരുന്ന കേൾക്കണം. സ്തോത്രം. അതാ ശ്രദ്ധയോട് യാക്കോബ് പറയുക, നീതിമാന്റെ
ശ്രദ്ധയേറിയ പ്രാർത്ഥന, വളരെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. പ്രാർത്ഥന ശ്രദ്ധയുള്ളതാണോ? ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു എന്നല്ലേ ചോദിച്ചത്? ഏത് പുസ്തകം പറയുന്നത്? ആഗനൈസിംഗ് ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി അതീവ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ വരട്ടെ. പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസ് പിടിവിക്കുന്നു. സ്തോത്രത്തിലാതെ ആ ഒരു ആഗണിയോടെ, എപ്പഫ്രാസിനെ പോലെ അതീവ വേദനയോടെ, കർത്താവിനെ പോലെ അതീവ വേദനയോടെ, പൗലോസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുന്നവരാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സ്തുതിക്കാം. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹിതത്തിനപ്പുറത്തോ ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറുവാനായി നമ്മെ തന്നെ സ്തോത്രം, 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 സ്തോത്രം. Glory to God.